തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 12-കാരന് സ്വർണ്ണമാല മോഷണം പോയതായി പരാതി. ഇരിങ്ങാലക്കുട സ്വദേശിയായ സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയുടെ 3.5 പവൻ സ്വർണ്ണമാലയാണ് കവർന്നത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ജൂബിലി മിഷൻ ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 23-നാണ് സംഭവം. സെറിബ്രൽ പാൾസി രോഗബാധിതനായ ഇരിങ്ങാലക്കുട സ്വദേശിയായ 12-കാരൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. MRI സ്കാനിങ്ങിന് വേണ്ടി പോകുമ്പോൾ മുറിയിൽ വെച്ച പേഴ്സിലാണ് കുട്ടിയുടെ അമ്മ സ്വാതി മാല ഊരിവെച്ചത്. സ്കാനിംഗ് കഴിഞ്ഞ് തിരികെ വന്നു നോക്കുമ്പോൾ പേഴ്സിൽ മാലയില്ലെന്ന് ബോധ്യപ്പെട്ടു. ഞങ്ങൾ 21-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 23-ാം തീയതി CT എടുക്കാൻ പോകുന്ന ആ സമയത്താണ് മാല കാണാതായത്. പേഴ്സിൽ ബാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിരിക്കുകയായിരുന്നു മാല. പിറ്റേ ദിവസം മോൻ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് മാല അതിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. CCTVയിൽ കണ്ടിരുന്നു, പക്ഷെ കൂടുതലും പോലീസുകാരാണല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ടപ്പോൾ സ്റ്റാഫുകൾ മാത്രമൊക്കെ തന്നെയാണ് ആ ഭാഗത്തേക്ക് വരുന്നത്. ഈ ഒരു അമ്മേൻ്റെയും കുട്ടീൻ്റെയും വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് മല്ലു മുംബൈ സ്വാതി എന്നുള്ള യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് വരുന്ന ഒരു അമ്മയാണത്. ഈ ഒരു അമ്മയ്ക്ക് 12 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ശരീരമാസകലം തളർന്നിരിക്കുന്ന, നടക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ ചെറുപ്പത്തിൽ, അതായത് 5-ാം മാസത്തിൽ വന്നിട്ടുള്ള ഒരു അസുഖമാണ്. അതിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടീനെ ഇവർ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഇവരുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിശയപ്പെട്ടു പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ത്രീകളും മക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നു, മക്കളെ തല്ലിക്കൊല്ലുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ ആ സുഖമില്ലാത്ത കുട്ടീനെ 12 വർഷമായിട്ട് അവർ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നത് കാണുമ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണു നിറഞ്ഞു പോകും. അങ്ങനെയാണ് ഇവർ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ആ കുട്ടീനെ നിങ്ങളിൽ പലർക്കും അറിയാം, കണ്ണൻകുട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ ആ ഒരു കുട്ടീൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, കൈയും കാലും എല്ലാം തളർന്നിട്ട് ആകെ എന്താ പറയുക, ഈ അമ്മയുടെ ആ ഒരു തണലിലാണ് ആ കുട്ടി ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ആ കുട്ടിക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അസുഖം മൂർച്ഛിക്കുക അല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാവും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർ അന്നേരം ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ട് അങ്ങനെ വരുന്ന ഒരു വീട്ടുകാരാണ് ഇവർ. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പോവാത്ത സ്ഥലങ്ങളില്ല, കാണിക്കാത്ത ആശുപത്രി ഇല്ല. എന്നിരുന്നാലും ആ കുട്ടീൻ്റെ മുന്നിൽ നിന്നും മാറാതെ ഇവർ ഈ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നത്. വീണ്ടും ഈ കുഞ്ഞിന് ഇതേപോലെ ശ്വാസതടസ്സം ഉണ്ടായി. എന്നിട്ട് ഇവർ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊച്ചിന് അധികമായിട്ട്, അതായത് വേറെ കളിപ്പാട്ടങ്ങളോടോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. പക്ഷെ ഈ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് നല്ല എന്താ പറയുക കുറിയെല്ലാം തൊട്ട് ഇവരുടെ ഈ കുഞ്ഞിൻ്റെ 1-2 മാല, ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മാലയെല്ലാം ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുക. ഇതൊക്കെയാണ് ആ കുഞ്ഞിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നതും ഇഷ്ടം എന്ന് പറയുന്നതും. അപ്പം അങ്ങനെ ഈ കുഞ്ഞിൻ്റെ മാല ഇവർ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു ഊരില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവമാണ് ആ മാല എന്നുള്ളത്. അതുകൊണ്ട് അത് ഊരാൻ പോലും വിടൂല ആ കുഞ്ഞ്. അപ്പം അങ്ങനെ ഈ മാലയും ഇട്ട് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിലെ റൂമിൽ ഇവർ ഈ മാല ഊരിയിട്ട് ഇവരുടെ പേഴ്സിൽ വെച്ചിട്ട് ഈ റൂമിൽ വെച്ചിട്ട് ഇവർ CT സ്കാനിന് കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. പോയി തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത്, അതായത് ഇത് വെക്കുന്ന സമയത്ത് തന്നെ ഇവർ എന്താ പറയുക, ആ റൂം പൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കീ എല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ അവർ സാധാരണ അങ്ങനെ പൂട്ടി പോകാത്തതുകൊണ്ടായിരിക്കാം ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു പൂട്ടേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ CT സ്കാൻ എടുക്കാൻ വേണ്ടി പോകുന്നു. തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന മാല അവിടെ കാണുന്നില്ല. അതായത് ഈ കുഞ്ഞിന് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഊരാത്ത ഈ ഒരു മാല, അതായത് ഒരു 3 പവനോളം ഉണ്ട് ഈ മാലയുടെ പവനോ അല്ലെങ്കിൽ അതിൻ്റെ വിലയോ ഇതല്ല ഇവിടുത്തെ പ്രശ്നം. ആ കുഞ്ഞിന് ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ആ മാല എന്ന് പറയുന്നത്. ഈ ഒരു മാല അവിടുന്ന് കാണാതെ പോവുകയാണ്. അതായത് ഈ കുഞ്ഞിൻ്റെ ഈ മാല, ഈ സുഖമില്ലാത്ത കുഞ്ഞിൻ്റെ മാല ആ ഹോസ്പിറ്റലിൽ നഷ്ടപ്പെടുകയാണ്. അതിപ്പോൾ ആരെടുത്തു അല്ലെങ്കിൽ എവിടെ പോയി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ആ മാല അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്നും ആ മാല നഷ്ടപ്പെട്ടത് ഇവർ ഇതേപോലെ വീഡിയോ ആയിട്ട് വന്ന് ചെയ്തു. വീഡിയോ ആയിട്ട് വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവർക്കൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ മാലയുടെ വിലയോ ഇതൊന്നുമല്ല. അതായത് ആ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആ കുഞ്ഞിൻ്റെ സന്തോഷം ഈ ഒരു മാലയിലാണ്. അതായത് ആ മാല ഇട്ടിട്ടാണ് എവിടെയും പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക രാവിലെ മുതൽ
കളിച്ച് ചിരിച്ച് ഇരിക്കുന്നത്. ആ ഒരു മാല നഷ്ടപ്പെട്ടു. ഈ ഒരു മാല നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നുള്ളത് ഇവർക്കും അറിയില്ല, ഈ പറയുന്ന ഹോസ്പിറ്റലുകാർക്കും അറിയില്ല. പക്ഷെ അവരത് കേസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഹോസ്പിറ്റലിൽ ഉള്ളവരാണോ ഇതെടുത്തത് അതോ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എടുത്താണോ എന്നുള്ളത് പോലും അറിയില്ല. പക്ഷെ ആ ഒരു മാല നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവർ ചെയ്ത സമയത്ത്, അതായത് ഈ മാലേൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിലും കുറേ നെഗറ്റീവ് കമൻസ്. അതായത് എന്തിനാണ് നിങ്ങൾ കുഞ്ഞിനെ മാല ഇട്ട് കൊടുക്കുന്നത്, എന്തിനാണ് വയ്യാത്ത കുട്ടിയല്ലേ മാല ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, മാല കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അതാണ് പറഞ്ഞത് ആദ്യം തന്നെ. ഈ കൊച്ചിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതേപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അതായത് ഈ മാല ഊരാൻ പോലും വിടൂല. അതായത് CT സ്കാൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് അവരിത് ഊരിയിട്ട് പോയത്. എന്നിട്ടും ഇതിൻ്റെ ഇടയിൽ പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ആണ് ഈ മാല എന്ന് അറിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആരാണോ എടുത്തത് അയാൾ ഈ മാല അടിച്ചു മാറ്റിക്കൊണ്ട് പോയതെങ്കിൽ അയാൾ, അല്ലെങ്കിൽ ആരാണോ അത്, അയാൾക്കൊരു മനസാക്ഷി എന്ന് പറയുന്ന സംഭവം ഇല്ലയെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇത്രത്തോളം ഈ 10-12 വർഷത്തോളം കയ്യിലുള്ളത് അത്ര വലിയ മറ്റേ പണക്കാരോ അല്ലെങ്കിൽ വലിയ പണച്ചാക്കുകളൊന്നും അല്ല. ഇവർ ഈ സാധാരണ ജീവിതം നയിക്കുന്നവർ തന്നെയാണ്. അപ്പം ഉള്ളത് കൊണ്ട് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ട് നടക്കുന്നവരാണ് ഈ പറയുന്ന അച്ഛനും അമ്മയും. അങ്ങനെയുള്ള ഒരു കുഞ്ഞിൻ്റെ മാല അടിച്ചു മാറ്റിക്കൊണ്ട് പോയി തിന്നാൻ പറ്റും എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ, ഈ അടിച്ചു മാറ്റിയ ആളോടാണ് പറ്റുന്നതെങ്കിൽ, അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, കർമ്മ എന്നുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, അതെന്തായാലും നിനക്ക് തിരിച്ച് തന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, അതായത് ഈ ഒരു കുഞ്ഞിൻ്റെ മാലയെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി തിന്നാം അല്ലെങ്കിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് നടക്കുന്നവനാണെങ്കിൽ നിനക്കുള്ളത് കർമ്മ, അത് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. കാരണം ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചെറുപ്പം മുതൽ ആദ്യത്തെ 5 മാസം ഈ കുഞ്ഞിന് ഒരു പ്രശ്നമില്ലായിരുന്നു. 5 മാസത്തിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചത്. അതായത് ആറ്റുനോറ്റിരുന്ന് 4 വർഷത്തോളം കാത്തിരുന്നിട്ടുണ്ടായ ഒരു കുഞ്ഞാണ്. അങ്ങനെ ആ കുഞ്ഞിന് 5ാമത്തെ മാസത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടും അവർ ഇത്രയും നാളും ആ കുഞ്ഞിന് ഒരു കുറവും കുറ്റവും വരുത്താതെ ഇത്രയും നാളും കൊണ്ടതാണ്. അവർക്ക് ഈ പറയുന്ന കുഞ്ഞിന് ഈ 3 പവൻ്റെ മാല മേടിച്ചു കൊടുക്കാനുള്ള എന്താ പറയുക ആസ്തി ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ആ കുഞ്ഞിൻ്റെ ചെറുപ്പം മുതലുള്ള എന്താ പറയുക ചെറുപ്പത്തിലെ ഈ അസുഖം വരുന്നതിന് മുമ്പേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന ആ ഒരു സ്വർണ്ണമായിരുന്നത്, അതാണിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു സന്തോഷം കെടുത്തുക എന്നൊക്കെ പറയുന്നത്, എൻ്റെ പൊന്നു മോനെ, നീ എല്ലാം ഒരു മനുഷ്യനാണെങ്കിൽ, ഇത് ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണെങ്കിൽ, ഇതൊക്കെ അറിഞ്ഞിട്ടും നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ, ബാക്കി ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കും ചിലപ്പം. ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നിട്ട് അബദ്ധം പറ്റി എടുത്തിട്ട് പോയതാണെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഒരു കുട്ടീൻ്റെ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീൻ്റെ ആണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടേ വെക്കാൻ വേണ്ടി നിനക്ക് പറ്റുമെങ്കിൽ അത് വെക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. 5 മാസം വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സാധാരണ കുട്ടികളുടെ പോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഡെലിവറിയിലായാലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 3750 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. വേറെ ഒരു പ്രശ്നങ്ങളും വണ്ണം ഉണ്ടായിരുന്നു അത്യാവശ്യം. 3750 എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ സംശയിച്ചു ഇനി ഷുഗർ എന്തെങ്കിലും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ജനിച്ച് 5 മാസം വരെ ഒരു വയ്യായകളും വന്നിട്ടില്ല. 5ാം മാസത്തിൽ പെട്ടെന്ന് തന്നെ ഒരു കരച്ചിലാണ് കുട്ടി അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. പക്ഷെ അങ്ങനെ കരഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി എന്തെങ്കിലും വയറുവേദനയോ ചെവിവേദനയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും വേദനകൾ കൊണ്ടായിരിക്കാം എന്ന് കരുതി അപ്പോൾ തന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ മല്ലു മുംബൈ സ്വാതി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പോയി കണ്ടാൽ മതി. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഇരുത്തെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഇത്രയും കഷ്ടപ്പാടിലൂടെ നടന്നു പോകുന്ന ഇവരുടെ ഈ ഒരു മാല അടിച്ചു മാറ്റിയ ഏത് മഹാനാണെങ്കിലും അത് തിരിച്ചു കൊണ്ടുപോകാനുള്ള ആ ഒരു മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും വരാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഒരു സുഖമില്ലായ്മ എന്താ പറയുക, നമ്മളൊന്നും ഒരിക്കലും എന്താ പറയുക ഫുൾ ടൈം അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞിനെ വരെ വെറുതെ വിടാത്ത നെഗറ്റീവ് പറയുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളെല്ലാം പോയിട്ട് വേറെ വല്ല പരിപാടിക്കും പോകുന്നതായിരിക്കും നല്ലത്. അപ്പം വീണ്ടും ഞാൻ പറയുന്നു, ആർക്കെങ്കിലും അബദ്ധം പറ്റിയതാണെങ്കിൽ ആ മാല തിരിച്ചൊന്ന് കൊണ്ടേ കൊടുക്കുക.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ സന്തോഷം അവർക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന കേസായിട്ടും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ മാല എടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എങ്ങനെയെങ്കിലും വെറുതെ ആ ഒരു വീടിന് മുമ്പിൽ കൊണ്ടിട്ടിട്ട് ഓടിക്കും. അവരാരും ആ ഒരു കേസുമായിട്ട് പിന്നെ മുന്നോട്ട് പോകില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അബദ്ധം പറ്റിയവരുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് ആണ് ഒരു റിക്വസ്റ്റ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് എന്താ പറയുക, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.